നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ് തുർക്കിയിൽ നിന്ന് മടങ്ങിയ ട്രംപിന് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയത് ഇസ്രായേൽ എന്ന വിവരം. ആദ്യം വിശ്വാസത്തിലെടുക്കാതെ US രഹസ്യാന്വേഷണ ഏജൻസിയായ CIA മുൻപുള്ള വധഭീഷണികളുടെ പശ്ചാത്തലത്തിൽ പിന്നീട് വിമാനം മാറാൻ തയ്യാറായെന്നും വാഷിംഗ്ടൺ പോസ്റ്റ്. വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കരോലിൻ ലിവിറ്റ് രാജിവെക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് സൂചന. തുർക്കിയിൽ വെച്ച് ട്രംപിന് ഇറാനിൽ നിന്നുള്ള ഭീഷണി തീരുമാനത്തിന് പ്രേരണയായെന്ന് വിലയിരുത്തൽ. ട്രംപിനൊപ്പം പ്രവർത്തിക്കുമ്പോഴുള്ള സുരക്ഷാ ഭീഷണികളും അപകട സാധ്യതകളും തിരിച്ചറിഞ്ഞാണ് ലിവിറ്റിന്റെ തീരുമാനമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വിഭാഗം. കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണെന്ന് ഔദ്യോഗിക വിശദീകരണം. ഇസ്ലാമിക് നാറ്റോ സഖ്യത്തിന്റെ കമാൻഡറായി അസിം മുനീർ എത്തുമെന്ന് സൂചന. പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന സമിതിയിൽ 3 രാജ്യങ്ങളുടെയും സൈനിക മേധാവികൾ ഉൾപ്പെടുമെന്ന് തുർക്കി പ്രതിരോധ മന്ത്രാലയം. രാഷ്ട്രീയ സൈനിക സംവിധാനങ്ങൾ രൂപീകരിക്കുമെന്ന് തുർക്കി. പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ അധ്യക്ഷനുമായ സുഖ്ബീർ സിംഗ് ബാദൽ നേരെ ആക്രമണം. മഹാരാഷ്ട്രയിലെ നാന്ദേദ് ഗുരുദ്വാരയ്ക്കുള്ളിൽ വെച്ച് ആക്രമണമുണ്ടായി. നിഹാങ് വിഭാഗക്കാരനാണ് ആക്രമിച്ചതെന്ന് വിവരം. കൈക്ക് പരിക്കേറ്റ ബാദലിനെ ആശുപത്രിയിലേക്ക് മാറ്റി. സ്വകാര്യ നിക്ഷേപത്തിൽ പ്രതിസന്ധിയിലായതോടെ പുതിയ നീക്കവുമായി ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ. ലോകകപ്പിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം 64 ഉയർത്താനുള്ള പദ്ധതിയുമായി ശക്തമായി മുന്നോട്ട് പോകാൻ നീക്കം. ഒന്നിച്ചു നിൽക്കുന്ന കോൺഫെഡറേഷനുകളിൽ ഭിന്നതയുണ്ടാക്കാൻ കഴിയുമെന്ന് കണക്കുകൂട്ട്. ലഷ്കർ-ഇ തോയിബ ഭീകരർക്കൊപ്പം വേദി പങ്കിട്ട പാകിസ്ഥാൻ മുൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് റഷീദ് അഹമ്മദ് വിവാദത്തിൽ. ഭീകര സംഘടനയുടെ തലവൻ ഹാഫിസ് സയ്യിദിനെ പരസ്യമായി പുകഴ്ത്തൽ. ഇന്ത്യക്കെതിരെ കടുത്ത ഭീഷണി സന്ദേശവും. പ്രതിപക്ഷ ഉപനേതൃ പദവിയിൽ നിലപാട് ഘടിപ്പിച്ച് CPI. വിട്ടുവീഴ്ചയില്ലെന്ന് ബിനോയ് വിശ്വം. മുന്നണി യോഗത്തിൽ ആവശ്യമുന്നയിക്കും. LDFനെ CPIക്ക് നന്നായി അറിയാമെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. എയർ ഇന്ത്യ വിമാനം പറക്കുന്നതിനിടെ താഴ്ചയിലേക്ക് പതിച്ച സംഭവത്തിൽ പൈലറ്റിന്റെ മൊഴി പുറത്ത്. ടേക്ക് ഓഫ് ചെയ്തതിനു ശേഷം അരമണിക്കൂറിലേറെ ഉറങ്ങിപ്പോയി. ദിവസങ്ങളായി ഉറക്കക്കുറവിന് മരുന്ന് കഴിക്കുന്നുണ്ടെന്നും വെളിപ്പെടുത്തൽ. 24 പേർക്ക് പരിക്കേറ്റ അപകടത്തിന് പിന്നാലെ കർശന സുരക്ഷാ നടപടിയുമായി എയർ ഇന്ത്യ. ടേക്ക് ഓഫിന് മുൻപ് എല്ലാ പൈലറ്റുമാർക്കും ലഹരി പരിശോധന നിർബന്ധം. മല്ലികാർജുൻ ഖാർഗെയെ അവഹേളിച്ചതിനെതിരെ നാളെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ്. ഉത്തരാഖണ്ഡിലെ റാലിക്ക് പിന്നാലെ വേദിയിൽ ശ്രീരാം സേന ശുദ്ധികലശം നടത്തിയതിൽ പ്രതിഷേധം. രാജ്യത്ത് ദളിതർക്ക് ഇടമില്ലതിന്റെ തെളിവെന്ന് ഖാർഗെ. സംഭവം ദൗർഭാഗ്യകരമെന്ന് JP നഡ്ഡ രാജ്യസഭയിൽ. അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര സർക്കാർ. ബഹളത്തിൽ മുങ്ങി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് സമാപനം. സ്വാതന്ത്ര്യദിന ദേശീയ പതാക ഉയർത്തുന്നതിന് വന്ദേ ഭാരതം സമ്പൂർണ്ണമായി ആലപിച്ചുകൊണ്ടായിരിക്കുമെന്ന് BJP. സംസ്ഥാനത്തെ 15,000 ഇടങ്ങളിൽ ആഘോഷം. എതിർക്കുന്നവർ രാജ്യവിരുദ്ധ ശക്തികളെ സഹായിക്കുന്നവരെന്ന് രാജീവ് ചന്ദ്രശേഖർ. മുന്നുദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ സർക്കാരിനും EDക്കും തിരിച്ചടി. 9ാം പ്രതി ഹരീഷ് കുമാറിന്റെ ജാമ്യം റദ്ദാക്കില്ല. സെഷൻസ് കോടതി വിധിയിൽ ഇടപെടാൻ വിസമ്മതിച്ച ഹൈക്കോടതി. മെസ്സി സന്ദർശന വിവാദത്തിൽ കടുത്ത നിലപാടുമായി സർക്കാർ. നികുതി വെട്ടിച്ച തുക ഈടാക്കുമെന്ന് മുഖ്യമന്ത്രി. മുൻ സർക്കാരിന് കൈകഴുകാനാവില്ല. കായിക സ്പെഷ്യൽ സെക്രട്ടറി റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഏതന്വേഷണം വേണമെന്ന് തീരുമാനിക്കും. മെസ്സിയെ കൊണ്ടുവരികയല്ല, മെസ്സിമാരെ ഉണ്ടാക്കിയാണ് ലക്ഷ്യമെന്ന് മന്ത്രി OJ ജനീഷ്. NS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെ വീണ്ടും KB ഗണേഷ് കുമാർ. കേസ് കൊടുക്കുന്നില്ല, അനീതി ചെയ്തവർ പുറത്തു പോകണം, മര്യാദകേടുകൾ വിളിച്ചു പറയും. ചോദ്യം ചെയ്യുന്നത് സുകുമാരൻ നായരുടെ ഹുങ്കിനെയാണെന്നും ഗണേഷ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ വീണ്ടും മഴ ശക്തമാകും. കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക് കടന്നാൽ, കഴിഞ്ഞ മാസമാണ് നാറ്റോ ഉച്ചകോടി കഴിഞ്ഞ്
തുർക്കിയിൽ നിന്ന് മടങ്ങവേ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള വധഭീഷണിയുടെ പേരിൽ US പ്രസിഡന്റ് ട്രംപിന് രഹസ്യമായി മറ്റൊരു വിമാനത്തിൽ സഞ്ചരിക്കേണ്ടി വന്ന ഒരു പശ്ചാത്തലം ഒരുങ്ങുന്നത്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം ട്രംപ് തന്നെ സ്ഥിരീകരിച്ച പശ്ചാത്തലമുണ്ടായിരുന്നു. ഇപ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരം, ഇസ്രായേൽ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് US രഹസ്യാന്വേഷണ ഏജൻസികൾ ട്രംപിന്റെ സുരക്ഷയ്ക്കായി നീക്കങ്ങൾ നടത്തിയത് എന്നാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഈ വിവരം വിശ്വസിക്കാൻ CIA തയ്യാറായില്ല. പിന്നീട് നേരത്തെ ട്രംപിന് ഉണ്ടായ വധഭീഷണികളുടെ പശ്ചാത്തലത്തിലാണ് പെട്ടെന്നുള്ള നീക്കത്തിലേക്ക് അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി മാറുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. മനു ഭാരത വിവരങ്ങളുമായി ചേരും. മനു, ഏതായാലും ട്രംപിന് അമേരിക്കയ്ക്ക് വലിയ നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. അതിൻ്റെ ആദ്യ മുന്നറിയിപ്പ് നൽകിയത് ഇസ്രായേലാണ് എന്ന വിവരം ഗൗരവമേറിയ ഒന്ന് തന്നെയാണ്. രഞ്ജിത്ത്, അങ്കാരയിൽ നടന്ന നാറ്റോ സമ്മിറ്റിൽ ആണ് ട്രംപ് പങ്കെടുക്കാൻ പോയത്. അങ്ങനെയാണ് അവിടെ നിന്ന് തിരിച്ച് മടങ്ങുന്ന ഘട്ടത്തിൽ ട്രംപിന് ഈ വിമാനത്തിലൊരു നാടകം കളിക്കേണ്ടി വന്നത്. അത് ഈ രഹസ്യാന്വേഷണ ഏജൻസികൾ നൽകിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ട്രംപ് പറയുന്നു. അവർ പറയുന്നതനുസരിച്ച് നീങ്ങുക എന്നതാണ് തൻ്റെ ഉത്തരവാദിത്വം എന്ന് ട്രംപ് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൽ സംഭവിച്ചത് ഇതാണ്. ഈ അങ്കാരയിൽ നിന്ന് ട്രംപ് വാഷിങ്ടണിലേക്ക് മടങ്ങുന്നത് വഴി ട്രംപ് എയർഫോഴ്സ് 1-ൽ കയറുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. അദ്ദേഹത്തിനോടൊപ്പം പത്രപ്രവർത്തകരും കയറി. പിന്നീട് ട്രംപ് എയർഫോഴ്സ് 1-ൽ കയറിയതിന് ശേഷം ഒരു ഫുഡ് ട്രോളി ഉപയോഗിച്ച് ആ വിമാനത്തിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വിമാനത്തിലേക്ക് കയറി. C-32 എയർഫോഴ്സിൻ്റെ ഒരു C-32 വിമാനത്തിലാണ് കയറിയത്. അപ്പോൾ C-32A വിമാനത്തിൽ ട്രംപ് ഉണ്ടെന്ന കാര്യം ഈ എയർഫോഴ്സ് 1-ൽ യാത്ര ചെയ്യുന്ന ജേർണലിസ്റ്റുകൾക്കോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് വൈറ്റ് ഹൗസിലെ ഉദ്യോഗസ്ഥർക്കോ അറിയില്ലായിരുന്നു. അവരെല്ലാം ട്രംപ് ഈ വിമാനത്തിൽ ഉണ്ടെന്നാണ് ധരിച്ചത്. അതേസമയം ഈ C-32A വിമാനം അത് വൈസ് പ്രസിഡൻ്റൊക്കെ ഉപയോഗിക്കുന്ന ഒരു വിമാനമാണ്. അതിലേക്ക് മാറിക്കയറുകയാണ് ചെയ്തത്. പിന്നീട് ഈ വിമാനം UK-യിലേക്കാണ് ആദ്യം പോകുന്നത്. അവിടെ റോയൽ എയർഫോഴ്സിൻ്റെ മിഡൻ ഹാളിലെ അവിടുത്തെ വിമാനത്താവളത്തിൽ ഇറങ്ങുകയാണ്. നമുക്കറിയാം, ഈ റോയൽ എയർഫോഴ്സിൻ്റെ സുഫോയിൽ ഉള്ള ഈ കേന്ദ്രത്തിൽ ഇറങ്ങിയ ശേഷം അവിടെയും സമാനമായ രീതിയിൽ ട്രംപ് ഈ ട്രോളി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഈ ട്രക്ക് ഉപയോഗിച്ച് വീണ്ടും അദ്ദേഹത്തിൻ്റെ തന്നെ ഉയരമുള്ള ഈ ട്രക്ക് ഉപയോഗിച്ച് വീണ്ടും ഈ എയർഫോഴ്സ് 1-നകത്തേക്ക് ആരും അറിയാതെ തിരിച്ചു കയറുകയും പിന്നീട് അവിടെ ഒരു വാർത്താ സമ്മേളനമൊക്കെ നടത്തിയതിന് ശേഷമാണ് വാഷിങ്ടണിൽ പോയി ഇറങ്ങിയത്. അപ്പോൾ ഈ വിഷയം അന്ന് വാഷിങ്ടൺ പോസ്റ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ മിസൈലുകളുടെ ആക്രമണത്തെ ഭയന്നാണ് അതിന് നൽകിയ ഇൻ്റലിജൻസ് വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ഈ നീക്കം നടത്തിയത് എന്നാണ് ഇപ്പോൾ അന്ന് വിശദീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ട്രംപ് പറയുന്നത് തനിക്കത് മറ്റു മാർഗ്ഗങ്ങളില്ല, തൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ച്, രഹസ്യാന്വേഷണ ഏജൻസി പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക, സുരക്ഷാ സംവിധാനം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുക എന്നാണ്. പക്ഷേ അവിടെ ഉയരുന്നൊരു ചോദ്യം, ഈ എയർഫോഴ്സ് 1 അതായത് പ്രസിഡന്റ് സഞ്ചരിക്കുന്ന ഏത് വിമാനത്തെ എയർഫോഴ്സ് 1 എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം, ഈ വിമാനം ഖത്തർ സമ്മാനിച്ച ഒരു വിമാനമാണ്. 400 മില്യൺ ഡോളറൊക്കെ വില വരുന്ന വലിയൊരു ആഡംബര വിമാനമാണ് ഖത്തർ ട്രംപിന് സമ്മാനിച്ചത്. അപ്പോൾ ഈ വിമാനത്തിലാണ് ട്രംപ് യാത്ര ചെയ്യുന്നത്. നേരത്തെ ഉണ്ടായിരുന്ന എയർഫോഴ്സ് 1-ന് ഒട്ടനവധി സാങ്കേതിക സംവിധാനങ്ങളുണ്ടായിരുന്നു. മിസൈലുകൾ വന്നാൽ തന്നെ അതിന് ദിശ മാറ്റി വിടാനൊക്കെ കഴിയുന്ന ലേസർ സംവിധാനമൊക്കെ നേരത്തെയുള്ള എയർഫോഴ്സ് 1-നുണ്ടായിരുന്നു. ഇതിന് ഉണ്ടോ എന്ന കാര്യം ഇപ്പോൾ ആർക്കും വ്യക്തമല്ല. ഏതായാലും ഇത് വലിയ ഓവറോളിങ്ങിനൊക്കെ ഈ വിമാനം മാസങ്ങളെടുത്ത് നടത്തിയതിന് ശേഷമാണ് ട്രംപ് അതിൽ യാത്ര ചെയ്യുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള ഒരു വിമാനത്തിൽ ഒരു മിസൈൽ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ മാധ്യമപ്രവർത്തകരെയും വൈറ്റ് ഹൗസിലെ ജീവനക്കാരെയും കയറ്റിവിട്ട് ട്രംപ് മാത്രം വളരെ സുരക്ഷിതരായി മറ്റൊരു വിമാനത്തിൽ യാത്ര ചെയ്തതിനെ പലരും വിമർശനവുമായി വരുന്നുണ്ട്. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകരുടെ ജീവന് എന്ത് വിലയാണ് കൽപ്പിക്കുന്നത് എന്ന തരത്തിലുള്ള ചോദ്യമുണ്ടായിരുന്നു. ഏതായാലും UK-യിൽ ഇറങ്ങിയ ശേഷം ട്രംപ് വീണ്ടും തിരിച്ച് ഈ വിമാനത്തിൽ കയറി വാർത്താ സമ്മേളനമൊക്കെ നടത്തി. എല്ലാവരും ധരിച്ചത് ഈ ട്രംപ് ഇതിനകത്തുണ്ടെന്നാണ്. കാരണം ആദ്യം ഈ മാധ്യമപ്രവർത്തകരോടൊക്കെ വിൻഡോ ഷെയ്ഡ്സൊക്കെ താഴ്ത്താൻ പറഞ്ഞതിന് ശേഷമാണ് ട്രംപ് ഇതിനകത്ത് നിന്ന് വളരെ തന്ത്രപൂർവ്വം ഒരു ഫുഡ് ട്രോളിൽ കയറി അടുത്ത ട്രക്കിൽ കയറി അടുത്ത വിമാനത്തിലേക്ക് നീങ്ങുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇത് വലിയ ചർച്ചകൾക്ക് ഒക്കെ വഴിവെച്ചിരിക്കുന്നത്. ഏതായാലും ഇത് കഴിഞ്ഞ മാസം നടന്നൊരു സംഭവമാണെങ്കിൽ ഈ അടുത്തിടെയാണ് ഇത് മാധ്യമങ്ങളിൽ വന്നത്. തുടർന്ന് ഇത് അമേരിക്കയിൽ വലിയ തോതിൽ ചർച്ചാ വിഷയമാവുകയും ചെയ്തു. തീർച്ചയായും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, വൈറ്റ് ഹൗസിന്റെ പ്രസ് സെക്രട്ടറി, നമുക്കറിയാം ട്രംപിനൊപ്പം എപ്പോഴും ഉണ്ടാകുന്ന ഒരാൾ കൂടിയാണ് കരോളിൻ ലിവിറ്റ്. വളരെ പ്രാഗൽഭ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥ കൂടിയായിരുന്നു വൈറ്റ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം. അവരിപ്പോൾ സ്ഥാനമൊഴിയാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ട്രംപിൻ്റെ പല നയങ്ങളെയും പ്രതിരോധിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. ഈ പെട്ടെന്നുള്ള തീരുമാനം
തീരുമാനം വൈറ്റ് ഹൗസിനെ അമേരിക്കയെ ആകെ അമ്പരപ്പിച്ച ഒരു പശ്ചാത്തലമാണ്. ഔദ്യോഗിക വിശദീകരണം രണ്ടാമത്തെ കുഞ്ഞിന്റെ ജനനത്തെ തുടർന്ന് താൽക്കാലികമായി മാറി നിൽക്കുന്ന 28-കാരി കഴിഞ്ഞ ജൂണിലാണ് വീണ്ടും തിരികെ ജോലിയിൽ പ്രവേശിപ്പിച്ചത്. കുടുംബകാര്യങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് എന്നാണ് ഔദ്യോഗികമായ വിശദീകരണം. പക്ഷേ തുർക്കിയിൽ വെച്ച് ഇറാനിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് ട്രംപ് വിമാനം മാറി കയറി രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെടുത്തി ഈ രാജിയെ വിലയിരുത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ചില മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഈ ട്രംപിനൊപ്പമുള്ള യാത്രകൾ തൻ്റെ സുരക്ഷയും ബാധിക്കും എന്നുള്ളതാണ്. എയർഫോഴ്സ് വണ്ണൊക്കെ മാറിക്കയറുന്ന പശ്ചാത്തലമൊക്കെ ഒരുങ്ങിയത് അങ്ങനെയാണ് എന്നാണ് പറയുന്നത്. അത് പക്ഷേ ഈ പറഞ്ഞതുപോലെ ലെവിറ്റിനെയും പേടിപ്പെടുത്തിയിരിക്കുന്നു എന്നാണ് ചില മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ വാർത്തകൾ വരുന്നത്. അതിനെന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ മനു? കാരണം ലെവിറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥയാണ്, ട്രംപിനെ പ്രതിരോധിച്ചിരുന്ന ഒരാൾ കൂടിയാണ്. നമുക്കറിയാം ട്രംപുമായി ഏറെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരാൾ കൂടിയാണ്. പെട്ടെന്ന് ഇവരിങ്ങനെ മാറുക എന്ന് പറയുന്നതിൻ്റെ പിന്നിലൊരു അസ്വാഭാവികതയുണ്ട്. രഞ്ജിത്ത്, കരോളിന ലെവിറ്റ് നമുക്കറിയാം ട്രംപിൻ്റെ മടിശീല എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ട്രംപിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്നൊക്കെയാണ് കരോളിൻ ലെവിറ്റിനെ ആളുകൾ അല്ലെങ്കിൽ അന്നത്തെ അവിടുത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ വിശേഷിപ്പിച്ചിരുന്നത്. കാരണം ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തയായ ഒരാളായിരുന്നു. ട്രംപ് പല ആളുകളുമായും ഒക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോഴും ലെവിറ്റിന് ട്രംപിനോടൊപ്പം നിലയുറപ്പിക്കാൻ കഴിഞ്ഞു. ട്രംപിൻ്റെ വിശ്വാസ്യത എല്ലാ ഘട്ടത്തിലും ഉറപ്പിക്കാൻ കഴിഞ്ഞു. മാത്രമല്ല മാധ്യമങ്ങൾ പല ഘട്ടങ്ങളിലും ട്രംപിനെതിരെ രൂക്ഷമായൊക്കെ വരുന്ന സാഹചര്യത്തിൽ അതൊക്കെ തണുപ്പിക്കാൻ കഴിയുന്ന അസാമാന്യമായ ഒരു മിടുക്ക് മാധ്യമപ്രവർത്തകരെ കൈകാര്യം ചെയ്യുന്നതിൽ ഈ ലിവിറ്റ് കാഴ്ചവെച്ചിരുന്നു. നമുക്ക് ലിവിറ്റ് മാധ്യമപ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവരും അവരെ അംഗീകരിക്കുന്ന തരത്തിലേക്ക് നമുക്ക് കാര്യങ്ങൾ കാണാമായിരുന്നു. ഏറ്റവും ദുർഘടമായ ചോദ്യങ്ങൾ ലളിതമായി ഒരു പരിഭവമില്ലാതെ ഒരു ആശയക്കുഴപ്പമില്ലാതെ ലിവിറ്റ് അതിന് മറുപടി നൽകുന്നതൊക്കെ എല്ലാവരും അമ്പരപ്പെടുത്തിയൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ട്രംപിൻ്റെ വിശ്വസ്തയായ ഒരാൾ. മാത്രമല്ല ചില പ്രയോഗങ്ങളൊക്കെ ഈ കരോളിൻ ലെവിറ്റ് നടത്തുന്നത് അത് മാധ്യമങ്ങൾക്ക് ഒരു ഇരയിട്ട് കൊടുക്കുന്നത് പോലെ ഈ ട്രംപ് സ്പീഡ്, അമേരിക്ക ട്രംപ് വേഗതയിൽ കുതിക്കുന്നു, അമേരിക്ക ട്രംപ് ആ ട്രംപ് എന്ന വാക്ക് പലപ്പോഴും ഒരു വലിയ ഒരു ജാർഗണായി ഉപയോഗിക്കാനൊക്കെ കരോളിൻ ലെവിറ്റ് വാർത്താ സമ്മേളനമൊക്കെ ശ്രമിച്ചു. അങ്ങനെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രചരണത്തിൽ ലെവിറ്റിന് വലിയ സ്വാധീനമുണ്ട്. അപ്പോഴാണ് ഇനി ഒരു മിഡ് ടേം തെരഞ്ഞെടുപ്പുകൾ നവംബറിൽ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴാണ് അപ്രതീക്ഷിതമായി പോകുന്നത്. ഇതെല്ലാവരും ഞെട്ടിച്ചിരിക്കുകയാണ്, അമ്പരപ്പെടുത്തിയിരിക്കുകയാണ്. ഏതായാലും ട്രംപിന് ഇവർ പോകുന്നതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ ട്രംപിൻ്റെ അനുഗ്രഹാശിസ്സുകളൂടെ മാറി നിൽക്കുന്നു എന്നാണ് ഇപ്പോൾ അവിടുന്ന് പുറത്തുവരുന്ന വിവരം. മറ്റൊന്ന്, അവർ ട്രംപിൻ്റെ ഉപദേഷ്ടാവായി തുടരും എന്ന് ട്രംപ് പറയുന്നു. അവരെ പുകഴ്ത്തിക്കൊണ്ട് ട്രംപ് എക്സിൽ കുറിക്കുന്നു. പക്ഷേ സ്വാഭാവികമായും ഇത്തരം ആശങ്കകൾ, രഞ്ജിത്ത് സൂചിപ്പിച്ച ആശങ്കകൾ പല കോണിൽ നിന്ന് വരും. കാരണം ഇത്രയും വിശ്വസ്തയായ ഒരാൾ, ഇത്രയും മികവോടുകൂടി കാര്യങ്ങൾ ചെയ്തിരുന്ന ഒരാൾ അവരുടെ പ്രസവാവധിക്ക് ശേഷം വീണ്ടും ഈ സംഗതി ഉപേക്ഷിച്ച്, ഈ സ്ഥാനം ഉപേക്ഷിച്ച് വൈറ്റ് ഹൗസ് വിടുന്നത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയരുന്നു. അപ്പോഴാണ് ട്രംപിന് ഇങ്ങനെ ഭീഷണികളുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ഭീഷണി ലിവിറ്റിനെയും ബാധിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. 2 കുട്ടികളുണ്ട്. വേറെ ചില വിവരങ്ങൾ വരുന്നത് അവർക്ക് കൃത്യമായി ഉറങ്ങാൻ കഴിയുന്നില്ല. സമ്മർദ്ദം, ഭയങ്കരമായ അതിഭീകരമായ സമ്മർദ്ദം, വൈറ്റ് ഹൗസിനെ പോലുള്ള അത്രയും ഭാരിച്ചൊരു ദൗത്യം എടുത്തു വയ്ക്കുമ്പോൾ 2 കുട്ടികളെയും ഇതുമെല്ലാം നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രയാസമുണ്ട് എന്ന് ചിലർ റിപ്പോർട്ട് ചെയ്യുന്നു. ഭീഷണി കൊണ്ടാണ്, ജീവൽ ഭയം കൊണ്ടാണ് എന്ന് ചിലർ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം മറ്റു ചിലരാകട്ടെ കുട്ടികളോട് കൂടുതൽ, ലെവിറ്റും അങ്ങനെ തന്നെയാണ് പറയുന്നത്, കുട്ടികളോട് ഇപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ കഴിഞ്ഞ മദേഴ്സ് ഡേയിലൊക്കെ അവരുടെ പോസ്റ്റൊക്കെ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അങ്ങനെ കുട്ടികളിലും ഫാമിലിയും തൻ്റെ കുടുംബവും വളരെ പ്രധാനപ്പെട്ടതാണെന്നുള്ളൊരു തിരിച്ചറിവും, അങ്ങനെ ഇപ്പോൾ എല്ലായ്പ്പോഴും വൈറ്റ് ഹൗസിൻ്റെ അല്ലെങ്കിൽ അധികാര സ്ഥാനങ്ങളുടെയൊക്കെ ഭാഗമാകുന്നതിനേക്കാളൊക്കെ പ്രധാനമാണ് തൻ്റെ കുട്ടികൾ എന്ന്, അല്ലെങ്കിൽ അവരോടൊപ്പമുള്ള സമയം അതിനേക്കാളൊക്കെ വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയുന്ന ഒരു അമ്മ എന്ന നിലയിൽ അവരെ അംഗീകരിക്കുന്നു. പക്ഷേ ലിവിറ്റ് ഏത് കാരണം കൊണ്ട് പോവുകയാണെന്ന് നമുക്കറിയില്ല രഞ്ജിത്ത്. പക്ഷേ എന്ത് കാരണം കൊണ്ട് പോവുകയാണെങ്കിലും അത് ട്രംപിനൊരു കനത്ത ആഘാതമാണ്. ട്രംപിൻ്റെ അത്രയ്ക്ക് വിശ്വസ്തയാണ് ലിവിറ്റ്. ട്രംപിനെ പല നിർണായകമായ ഘട്ടങ്ങളിലും ലിവിറ്റിൻ്റെ ആ ഒരു വാക്ചാതുര്യം കൊണ്ട് ഒരു പ്രതിരോധ മതിൽ തീർക്കാൻ വൈറ്റ് ഹൗസ് ലെവിറ്റ് ഇപ്പോൾ രാജിവെക്കുന്നതിനെ കുറിച്ച് നിരവധി അഭ്യൂഹങ്ങൾ അമേരിക്കയിൽ പടരുന്നുണ്ട്. ഇതിനിടയിൽ പാകിസ്ഥാൻ കരസേനാ മേധാവി ഫീൽഡ് മാർഷൽ അസിം
മുനീറിന് മറ്റൊരു പ്രധാനപ്പെട്ട പദവിയിലേക്ക് എത്താൻ പോകുന്നു എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരികയാണ്. തുർക്കിയും സൗദിയും പാകിസ്ഥാനും ചേർന്ന് രൂപീകരിച്ച ഒരു സഖ്യമുണ്ട്, ഇസ്ലാമിക് നാറ്റോ എന്ന തരത്തിലാണ് ഇത് പലരും വ്യാഖ്യാനിക്കുന്നത്. ഇതിൻ്റെ കമാൻഡറായി ഇപ്പോൾ അസിം മുനീർ വരുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് ചുമതലയേൽക്കുമെന്നാണ് ഇപ്പോൾ തുർക്കി തന്നെ വിശേഷിപ്പിക്കുന്നത്. സമിതിയിൽ ഈ 3 രാജ്യങ്ങളുടെയും സൈനിക മേധാവികൾ ഉൾപ്പെടുമെന്നാണ് തുർക്കി പ്രതിരോധ മന്ത്രാലയം വ്യാഴാഴ്ച അറിയിച്ചത്. അത് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്ക സംയുക്ത പ്രതിരോധ കരാർ. അതിൻ്റെ ആർട്ടിക്കിൾ 5 പ്രകാരം ഉള്ള തത്വത്തിന്, അതായത് നാറ്റോയുടെ തത്വത്തിന് സമാനമാണ് എന്നാണ് തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കൻ ഫിദാൻ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നത്. മനു, ഇതിപ്പോൾ അസിം മുനീറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമുക്കറിയാം പാകിസ്ഥാനിലെ ഭരണ തലപ്പത്ത്, അതായത് അവിടുത്തെ പ്രസിഡന്റിനേക്കാളും പ്രധാനമന്ത്രിയേക്കാളും ഒക്കെ അധികാരമുള്ള ഒരാൾ കൂടിയാണ്. അസിം മുനീറിൻ്റെ കയ്യിലേക്ക് എത്തുകയാണ് ഈ സഖ്യമെന്ന് പറയുമ്പോൾ അതിൻ്റെ വ്യാപ്തിയും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങളും വളരെ വലുതായിരിക്കും. അതെ രഞ്ജിത്ത്, ഈ ഒരു മെക്ക ഉടമ്പടി 3 രാജ്യങ്ങൾ, സൗദിയുടെ കിരീടാവകാശി സൽമാൻ രാജകുമാരനും അതുപോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും തുർക്കി പ്രസിഡന്റും ഒക്കെ ചേർന്ന് 3 രാജ്യങ്ങൾ ഒപ്പുവെച്ച ഈ മെക്ക ഉടമ്പടി അതീവ ഗൗരവത്തോടു കൂടിയാണ് ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കുന്നത്. ഒരു രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ 3 രാജ്യങ്ങൾക്ക് നേരെയുള്ള ഒരു അക്രമമാണെന്ന് കണക്കാക്കുന്ന ഒരു ഉടമ്പടി, അതനുസരിച്ചുള്ള പ്രവർത്തനം എന്ന തരത്തിൽ ഇത് നാറ്റോ സഖ്യകക്ഷികളുടെ ഒരു രീതിയാണ്. അതിൻ്റെ ഒരു പകർപ്പാണ് ഇവിടെ ഈ മെക്ക ഉടമ്പടിയിലൂടെ നടന്നത് എന്നാണ് ഇപ്പോൾ പൊതുവെ അതിനെ കാണുന്നത്. അപ്പോൾ സ്വാഭാവികമായും നാറ്റോയ്ക്ക് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ട്. അത് നമ്മുടെ ഡച്ച് പൊളിറ്റീഷ്യനായ മാർക്ക് റട്ടെ അതിൻ്റെ സെക്രട്ടറി ജനറലാണ്. അതേപോലെ തന്നെ നാറ്റോയ്ക്ക് ഇതുപോലെ ഒരു കമാൻഡർ കൂടി ഉണ്ട്. അത് ഇറ്റാലിയൻ സൈനിക മേധാവിയായിരുന്ന കാബോ ഡ്രാഗണിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ചീഫ് ഓഫ് സ്റ്റാഫും അവിടുത്തെ നേവൽ അഡ്മിറലും ഒക്കെ ആയിരുന്ന ഒരു കാവോയെ ആണ് ഈ നാറ്റോയുടെ സൈനിക നേതൃത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ ഒരു മെക്ക ഉടമ്പടിക്ക് ശേഷം ഈ ത്രിരാഷ്ട്ര കരാർ വരുമ്പോൾ ഇവിടെയും ഒരു നാറ്റോ മാതൃകയിലുള്ള ഒരു നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ്റെ മാതൃകയിലുള്ള ഒരു കരാറാണിത് എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ഇതിന് ഒരു സെക്രട്ടറി ജനറൽ ഉണ്ടാകും, വിദേശകാര്യ മന്ത്രിമാരുടെ ഒരു ഒത്തുചേരുന്നൊരു ഭരണ സംവിധാനം ഉണ്ടാകും, ഒരു കമാൻഡർ, ഈ സംയുക്ത സേനയെ നിയന്ത്രിക്കുന്നതിന് ഒരു പൊതു കമാൻഡർ ഉണ്ടാകും എന്നൊക്കെയുള്ള വിശദീകരണങ്ങൾ വരികയാണ്. തുർക്കിയെ ഇത് പറയുന്നു, ഇതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടുന്നു. അങ്ങനെയാണെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ അർഹനായ ആൾ ഫീൽഡ് മാർഷൽ അസിം മുനീറാണ് എന്നവർ കരുതുന്നു. പക്ഷേ ഇവിടെ ഒരു സുപ്രധാനമായ കാര്യം ലോകരാഷ്ട്രങ്ങളെല്ലാം വളരെ ഗൗരവത്തോടെ കാണുന്ന ഒന്ന്, തുർക്കിയെ നാറ്റോ സഖ്യത്തിലെ 2ാമത്തെ വലിയ സൈനിക ശക്തിയാണ്. അവർക്ക് കൃത്യമായ ഒരു സൈനിക അടിത്തറയുണ്ട്. പാകിസ്ഥാൻ ആകട്ടെ ഇതേപോലെ ആണവായുധം കയ്യിലുള്ള ഒരു സൈനിക ശക്തിയാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാന കാര്യം, സൗദി അറേബ്യ ആകട്ടെ വലിയ സമ്പന്നമായ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അതോടൊപ്പം തന്നെ അവിടെ വലിയൊരു തീർത്ഥാടന കേന്ദ്രം എന്ന നിലയിലൊക്കെ സൗദിക്ക് വലിയ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ 3 രാജ്യങ്ങൾ ഒന്നിക്കുന്നത് ഏത് അർത്ഥത്തിലാണ് എന്നുള്ള ആശങ്ക ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പലരും ഇതൊരു പ്രതിരോധ കാര്യം മാത്രം എന്നൊക്കെ തരത്തിൽ പറയുമ്പോഴും ഇത് കൂടുതൽ അപകടകരമായ രീതിയിലേക്ക് മാറുന്നു സംശയം ഉണ്ട്. കാരണം ഇതിൽ തുർക്കി വ്യാപകമായി ഉപയോഗിക്കുന്നത് അമേരിക്കൻ നിർമ്മിതമായ ആയുധങ്ങളാണ്. ചൈനയുടെ ആയുധങ്ങളാണ് പാകിസ്ഥാൻ കൂടുതലായി ഉപയോഗിക്കുന്നത്. സൗദി അറേബ്യ അമേരിക്കൻ നിർമ്മിതമായ പ്രതിരോധ സംവിധാനമാണ് ഉപയോഗിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ ചൈനീസ് ആയുധ കാര്യങ്ങളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ തുർക്കിക്ക് അതിൻ്റെതായ ഒരു വലിയ നാറ്റോ സംവിധാനമുണ്ട്, നാറ്റോ സഖ്യകക്ഷിയുടെ സംവിധാനമുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 രാജ്യങ്ങൾ തമ്മിൽ ചേരുകയും അതിൻ്റെ തലവനായ അസിം മുനീർ വരികയും ചെയ്യുന്നത് അത് ഒരുപക്ഷെ വലിയ സമാധാനത്തിന്. ശരി മനു, ഏതായാലും ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രിയും ശിരോമണി അകാലിദൾ അധ്യക്ഷനുമായ സുഖ്ബീർ സിംഗ് ബാദലിന് നേരെ ആക്രമണം. മഹാരാഷ്ട്രയിലെ നാന്ദേദ് ഗുരുദ്വാരയ്ക്കുള്ളിൽ വെച്ചാണ് ആക്രമണമുണ്ടായത്. നിംഗാങ് വിഭാഗക്കാരനാണ് ആക്രമിച്ചത് എന്നാണ് പ്രാഥമിക നിഗമനം. ബാദലിനെ ആശുപത്രിയിലേക്ക് മാറ്റി, കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. രാവിലെ 11 മണിയോടെയാണ് സംഭവം നടന്നത്. അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ആൾക്കും ഇതുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ലഭ്യമായിരിക്കുന്നത്. ആക്രമണം നടത്തിയെന്ന് സംശയിക്കുന്ന ആളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.
മഴക്കാല സമ്മേളനത്തിന്റെ അവസാന ദിനം ലോക്സഭാ സ്പീക്കർ നടത്തിയ ചായ സൽക്കാരത്തിൽ പങ്കെടുത്ത് DMK MP കനിമൊഴി. ഇന്ത്യ സഖ്യം ചായ സൽക്കാരം കോൺഗ്രസ് ബഹിഷ്കരിച്ചിരുന്നു. അമിത്ഷായുടെ കൂടെ ഇരിക്കാൻ തയ്യാറില്ലാത്തതുകൊണ്ടാണ് ചായ സൽക്കാരം ബഹിഷ്കരിക്കുന്നത് എന്ന് KC വേണുഗോപാൽ MP പറഞ്ഞിരുന്നു. കനിമൊഴി പങ്കെടുത്തതിനെക്കുറിച്ച് അറിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സ്പീക്കറുടെ ചായ സൽക്കാരം രാഹുൽ ഗാന്ധി അടക്കം ബഹിഷ്കരിച്ച ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. കിരൺ റിജിജു വിളിച്ചെങ്കിലും വരുന്നില്ലെന്ന് രാഹുൽ അറിയിച്ചു. സെഷനിലെ അവസാന ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ലോക്സഭയിലെത്തി. പാർലമെന്റിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സഭയിൽ ഉണ്ടായിരുന്നു. അത് സമ്മേളനത്തിന്റെ അവസാന ദിവസമാണ് അമിത്ഷാ സഭയിലെത്തിയത് എന്നതും ശ്രദ്ധേയമായി. ഫിഫയിലെ സ്വകാര്യ നിക്ഷേപത്തിൽ പ്രതിസന്ധിയിലായതോടെ നിലനിൽപ്പിനായുള്ള കളിയിൽ തുറുപ്പുചീട്ട് പുറത്തെടുക്കാൻ പ്രസിഡന്റ് ജിയാനി ഇൻഫാന്റിനോ ലോകകപ്പിൽ കളിക്കുന്ന ടീമുകളുടെ എണ്ണം 64 ഉയർത്താനുള്ള പദ്ധതിയുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് നീക്കം. ഇതുവഴി ഇപ്പോൾ ഒന്നിച്ചു നിൽക്കുന്ന കോൺഫെഡറേഷനുകളിൽ ഭിന്നതയുണ്ടാക്കാൻ കഴിയുമെന്നാണ് ഇദ്ദേഹത്തിന്റെ കണക്കുകൂട്ടൽ. കഴിഞ്ഞ ലോകകപ്പിൽ ടീമുകളുടെ എണ്ണം 48 ഉയർത്തിയിരുന്നു. ടീമുകളുടെ എണ്ണം വർദ്ധിച്ചത് സാമ്പത്തികമായി ഫിഫയ്ക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. മത്സരങ്ങളുടെ നിലവാരത്തിൽ തിരിച്ചടിയുണ്ടായതുമില്ല. ഇതാണ് ഇൻഫാന്റിനോയ്ക്ക് ആത്മവിശ്വാസം പകരുന്ന ഘടകം. അതായത് 2030 ടീമുകളുടെ എണ്ണം 64 എത്തിക്കാനാണ് ഇപ്പോൾ ഇൻഫാന്റിനോ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ തീരുമാനത്തിന് കോൺഫെഡറേഷനിലെ മഹാഭൂരിപക്ഷം സംഘടനകളുടെയും പിന്തുണ കിട്ടുമെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരം പിടിച്ചെടുത്ത് 5 വർഷം പിന്നിടുമ്പോൾ രാജ്യത്തെ 24 ലക്ഷത്തോളം പെൺകുട്ടികൾക്ക് സെക്കൻഡറി വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടതായി ഐക്യരാഷ്ട്രസഭ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള മൗലിക അവകാശം അടിയന്തരമായി പുനഃസ്ഥാപിക്കണമെന്ന് UN വിദ്യാഭ്യാസ ശാസ്ത്ര സാംസ്കാരിക സംഘടനയായ യുനെസ്കോ ആവശ്യപ്പെട്ടു. ലോകത്ത് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സെക്കൻഡറി ഉന്നത വിദ്യാഭ്യാസത്തിന് ഔദ്യോഗികമായി വിലക്കേർപ്പെടുത്തിയിരിക്കുന്ന ഏക രാജ്യം അഫ്ഗാനിസ്ഥാൻ മാത്രമാണെന്ന് യുനെസ്കോ എമർജൻസി എഡ്യൂക്കേഷൻ പ്രോഗ്രാം കോർഡിനേറ്റർ ഹുദ ജാബേരിയൻ വ്യക്തമാക്കി. 5 വർഷം എന്നത് ഒരു കുട്ടിയുടെ പഠനത്തിലുണ്ടാകുന്ന താൽക്കാലിക തടസ്സമല്ല, മറിച്ച് ഒരു സെക്കൻഡറി സ്കൂൾ പഠന കാലയളവ് മുഴുവനാകും നഷ്ടമാകുന്ന സ്ഥിതിയാണ് എന്നാണ് വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും നാറ്റോ സേനകളുടെ പിന്മാറ്റത്തെ തുടർന്ന് 2015 താലിബാൻ അവിടെ ഭരണം പിടിച്ചെടുക്കുകയും മറ്റും ചെയ്ത് തുടർന്ന് ഉന്നത വിദ്യാഭ്യാസം, ജോലി, മറ്റ് പൊതുമേഖലകൾ എന്നിവയിൽ നിന്ന് പൂർണ്ണമായും സ്ത്രീകളെ ഒഴിവാക്കുകയും മറ്റും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഇതാണ് സ്ത്രീകളുടെ ഉന്നമനവുമായി ബന്ധപ്പെട്ട് വലിയ തിരിച്ചടി അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. ബലൂചിസ്ഥാൻ പ്രവിശ്യയിൽ കടുത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും ദുരിതത്തിലായവർക്ക് വീട് വെക്കാൻ അനുവദിച്ച ധനസഹായം വകമാറ്റിയ പാകിസ്ഥാൻ സർക്കാർ നടപടിയിൽ കടുത്ത അമർഷവുമായി ലോകബാങ്ക് രംഗത്ത് വന്നു. പുതിയ വീടിന് അർഹരായവരിൽ നിന്ന് 84% പേരും നിലവിൽ കിടപ്പാടമില്ലാത്തവരും അതീവ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുമാണെന്ന് ലോകബാങ്ക് ചൂണ്ടിക്കാട്ടി. ദുരിതബാധിതരിൽ 28% പേരുടെ നിലവിലെ മാസവരുമാനം 3000 ഇന്ത്യൻ രൂപയ്ക്കും താഴെയാണ്. 26% പേർക്ക് 6500 രൂപയ്ക്ക് താഴെയാണ്. 39% പേർക്ക് നിലവിൽ വീടില്ല. 37% പേർ ദിവസക്കൂലിക്കാരാണ്. 8% പേർ ചെറുകിട കർഷകരാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഇവർക്ക് ഉള്ള സഹായമാണ് പാകിസ്ഥാൻ സർക്കാർ വകമാറ്റിയത് എന്ന ഇപ്പോൾ ആരോപണം ഗുരുതരമായ വീഴ്ചയെന്ന് ലോകബാങ്ക് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും വലിയ ആശങ്ക ഇതിൽ ലോകബാങ്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അർഹരായ 1.19 ലക്ഷം പേർക്കുള്ള ഏതാണ്ട് 80,000 കോടി രൂപ ഓളം ഇതുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ നൽകിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ പണമാണ് 85,000 കോടിയിലേറെ രൂപ അത് വകമാറ്റിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടത്. ഈ പണമാണ് പാകിസ്ഥാൻ സർക്കാർ പുട്ടടിച്ചത്. ലഷ്കർ ഇ തോയ്ബ ഭീകരർക്കൊപ്പം വേദി പങ്കിടുകയും നിരോധിത ഭീകര സംഘടനയുടെ തലവൻ ഹാഫിസ് സയ്യിദിനെ പരസ്യമായി പുകഴ്ത്തുകയും ചെയ്ത സംഭവത്തിൽ പാകിസ്ഥാൻ മുൻ ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് റഷീദ് അഹമ്മദ് വിവാദത്തിൽ. പൊതുചടങ്ങിൽ വെച്ച് ഇന്ത്യക്കെതിരെ കടുത്ത ഭീഷണി സന്ദേശം മുഴക്കിയ റഷീദ് താൻ ഹാഫിസ് സയ്യിദിന്റെ അടിയുറച്ച അനുയായിയും അടിമയുമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ലഷ്കറിന്റെ പ്രമുഖ നേതാക്കളും മുതിർന്ന കമാൻഡർമാരുമായ ഖാലിദ് മസൂദ് സന്ധു, ഭീകര സംഘടനയുടെ കേന്ദ്ര ഉപദേശ സമിതി അംഗം ഖാരി മുഹമ്മദ് യാക്കൂബ് ഷെയ്ഖ് എന്നിവർക്കൊപ്പമാണ് മുൻ പാക് മന്ത്രി വേദി പങ്കിട്ടത്. ചടങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമാണ്. അതുമാത്രമല്ല, എക്കാലത്തെയും പാകിസ്ഥാൻ ഹാഫിസ് സയ്യിദിനൊപ്പം നിലകൊള്ളുമെന്ന് പറയുന്നു. ഇന്ത്യക്കെതിരെ വിഷം ചീറ്റുന്ന പരാമർശങ്ങൾ നടത്തുന്നു. ഇന്ത്യ പാകിസ്ഥാനിലേക്ക് നോക്കുക പോലും ചെയ്താൽ അള്ളാഹു ഇന്ത്യയെ പൂർണ്ണമായി നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇനിയൊരു ആക്രമണവും പാകിസ്ഥാനിലേക്ക് ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്ന് പറയുന്നു. അഥവാ അങ്ങനെ ഉണ്ടായാൽ ഇന്ത്യയിൽ ഒരു പക്ഷി പോലും ചിലക്കില്ലെന്നും ക്ഷേത്രമണികൾ മുഴങ്ങില്ലെന്നും റഷീദ് പ്രകോപനപരമായി പ്രസംഗിച്ചു. അതുമാത്രമല്ല, ഹാഫിസ് സയ്യിദിന്റെ വൈകാരികമായ ബന്ധമുണ്ട് എന്നും അടിമയാണ് താനെന്നും മുൻ ആഭ്യന്തരമന്ത്രി പറയുന്നത് ലോകവ്യാപകമായി വലിയ ചർച്ചയ്ക്ക് ഇടയാക്കിയിരിക്കുകയാണ്.
പിതാവിന്റെ മരണശേഷം സൂപ്പർ താരം ലയണൽ മെസ്സി ആദ്യമായി കളത്തിലിറങ്ങിയപ്പോൾ മൈതാനത്ത് വൈകാരിക രംഗം. ലീഗ്സ് കപ്പിൽ മെസ്സിയുടെ ക്ലബ്ബായ ഇന്റർ മയാമിയും മെക്സിക്കൻ ക്ലബ്ബ് ലിയോണും തമ്മിലുള്ള മത്സരത്തിനിടെയാണ് സംഭവം. ലിയോണിന്റെ കൊളംബിയൻ പ്രതിരോധ താരം ജോഹാൻ റൊമാന മത്സരത്തിനിടെ മെസ്സിയെ മൈതാനത്ത് വെച്ച് സ്നേഹത്തോടെ കെട്ടിപ്പൊടുകയായിരുന്നു. മെസ്സിയെ കെട്ടിപ്പിടിച്ച് എടുത്തുയർത്തിയ ജോഹാൻ ചെറുചിരിയോടെ പുറത്തു കട്ടി. പിന്നാലെ മെസ്സിയും ചെറുചിരിയോടെ നടന്നു നീങ്ങി. ഈ ദൃശ്യങ്ങൾ അതിവേഗം വൈറലായി. പിതാവിന്റെ മരണശേഷം ആദ്യമായാണ് മെസ്സി മൈതാനത്തേക്ക് തിരിച്ചെത്തിയത്. മത്സരത്തിന്റെ രണ്ടാം പകുതിയുടെ തുടക്കത്തിലാണ് അദ്ദേഹം കളത്തിലിറങ്ങിയത്. പിതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ ജന്മനാടായ റൊസാരിയോയിലേക്ക് പോയ മെസ്സി ഫുട്ബോളിൽ നിന്ന് ഒരു നീണ്ട ഇടവേള എടുക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. അതേസമയം വീണ്ടും കരിയറിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് മെസ്സി എന്നാണ് മനസ്സിലാക്കേണ്ടതായാലും മെസ്സിയുടെ വരവ് ഇന്റർ മയാമിയെ വിജയത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞില്ല. 1-3 ഗോളുകൾക്ക് ഇന്റർ മയാമി പരാജയപ്പെടുന്ന ഒരു പശ്ചാത്തലം ഒക്കെ ഉണ്ടായിരുന്നു. ഈ മത്സരത്തിൽ നിന്ന്, ഈ ടൂർണമെന്റിൽ നിന്ന് മെസ്സിയുടെ ക്ലബ്ബ് പുറത്താവുകയും ചെയ്യുന്ന പശ്ചാത്തലമുണ്ടായി. ലൈവ് അറ്റ് 6 പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.